ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. 3 മിൽക്ക് കേക്ക്, ട്രസ്ലച്ചസ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പോൾ റെസിപ്പി വീഡിയോ മാത്രമല്ല, നമ്മൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മിനി ട്രസ്ലച്ചസിൻ്റെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ട്രസ്ലച്ചസിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. റോസ് മിൽക്ക്, പിസ്ത, അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാനില സ്പഞ്ച് വെച്ചിട്ടുള്ള ട്രസ്ലച്ചസ് കേക്കാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 1/2 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു വാനില സ്പഞ്ചാണ് കേട്ടോ. നമുക്ക് 2 എഗ്ഗ് വെച്ചിട്ടുള്ള സ്പഞ്ച് മുഴുവനായിട്ട് വേണ്ടി വരില്ല കേട്ടോ. ഒരെണ്ണം വെച്ച് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ 2 എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 എഗ്ഗ് വെച്ചിട്ടുള്ള വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ഒരുപാട് കേക്കുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. 2 എഗ്ഗ് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക്, നമ്മുടെ ഈ എഗ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്കിപ്പായിപ്പോയി. ഇനി നമ്മൾ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റാണ് കേട്ടോ ബേക്കിംഗ് ടൈം എടുത്തിരിക്കുന്നത്. നമ്മളതവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട മിൽക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ 3 മിൽക്ക് കേക്കാണ്, ട്രസ്ലച്ചസ് കേക്കാണ്. അപ്പോൾ 3 മിൽക്കുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സിറപ്പ് 3 മിൽക്കുകൾ ചേർന്നിട്ടാണ്. ഇനി ഞാൻ ഇവിടെ നമുക്ക് മിൽക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ മിൽക്ക് തിളപ്പിച്ച് എടുത്തതാണ്. ഇനി ഇതിലേക്ക് 1.25 കപ്പ്, 1 കപ്പും 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. 1 കപ്പും 2 ടേബിൾ സ്പൂണും മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പാട പോലെ ഉണ്ടാവും കേട്ടോ. ഫ്രഷ് ക്രീമിൽ നിന്നൊക്കെ വരുന്നതാണ്. അതൊന്നും കാര്യമാക്കാനില്ല. ഒരു സീവ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിലേക്ക് വേണ്ട മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാണ്, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60-20 അങ്ങനെ എത്രയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അതേ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഒത്തിരി സോഫ്റ്റ് വേണമെന്നില്ല. അതായത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫുൾ സോക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ സ്പഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ കണ്ടെയ്നർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിൽക്ക് ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിൽക്ക് ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ ആ മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ സ്പഞ്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിനനുസരിച്ചുള്ള സ്പഞ്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതേ സ്പഞ്ച് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള ആ ഒരു മിൽക്ക് താഴ്ഭാഗത്തിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കും കേട്ടോ. ഇനി നമ്മൾ മുകളിലേക്ക് ഒരു 1/2 പോർഷനിലേക്കുള്ള മിൽക്ക് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലും അതുപോലെ താഴെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കപ്പ് എടുത്തിരിക്കുന്നത് 250 മില്ലിയുടെ കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും ആ ഒരു കപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മളിവിടെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീമാണ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കേട്ടോ മനസ്സിലായത് വീഡിയോ ഓൺ ആയിട്ടില്ല എന്ന്. നിങ്ങൾക്ക് ഇതേപോലെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഒരു നോസിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം വെച്ചതിന് ശേഷം അതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്തിട്ട് നോർമൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നോസിൽ വെച്ചിട്ടുള്ളൊരു ഡിസൈനായിട്ടോ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുക്കാം. അപ്പോൾ ഇതേ ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്ത കട്ട് ചെയ്തതോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ഡ്രൈഡ് റോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് മുഴുവനായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്തത് ഇതേപോലെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് റോസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച റോസല്ല, നമ്മൾ ചെടിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് അത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തതായിരുന്നു, അതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങ് ഡ്രൈ ആയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കേക്കുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മിച്ചം വന്ന ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ, അത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കേക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതേപോലെ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതേ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് ആ മിൽക്കും സ്പഞ്ചും അതുപോലെ തന്നെ ക്രീമും പിസ്തയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കേണ്ടത്. വീണ്ടും പറയുന്നില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിനി കേക്കിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളൊരു 99 കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു 200-250 ഗ്രാമിൽ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 40 അബവ് കേക്കുകൾ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 28 കേക്ക് നമ്മൾ ഒരു ദിവസം പിന്നെ അടുത്ത ദിവസമായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3.5 കിലോ വെയിറ്റ് വരുന്ന സ്പഞ്ച്, 3.5 കിലോ കേക്കിനുള്ള സ്പഞ്ചാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരു 14 എഗ്ഗ് വെച്ചിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ അളവിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പഞ്ചുകളൊക്കെ ചെയ്ത് ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യേണ്ട ആ ബോക്സ് കണ്ടെയ്നേഴ്സില്ലേ, അതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ട് ഇതേപോലെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ആയിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട്. ഇനി നമ്മുടെ കേക്കുകൾ നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ സ്പഞ്ച് ഉണ്ടല്ലോ, അതിങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഈ 250യുടെ കണ്ടെയ്നറില്ലേ, അത് കറക്റ്റ് സെറ്റായിരുന്നു കേട്ടോ. ഇതെന്താ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. എൻ്റെ ആ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് യൂസായി. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തത് 8 ഇഞ്ചിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ 2 പീസ്, അതായത് ഒരു ലെയറിൽ 4 പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ താഴത്തെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വേസ്റ്റ് പീസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഗ്യാപ്പ് വരുമല്ലോ, അതായത് നമ്മൾ കണ്ടെയ്നറിൽ വെച്ച് കഴിയുമ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വേസ്റ്റ് പീസുകൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ 28 കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രപ്പോർഷൻ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ കണ്ടെയ്നേഴ്സിൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ആ ഒരു താഴത്തെ ലെയറിൽ ഇതും കൂടെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് മുകളിലത്തെ ആ ഒരു ലെയറിലേക്ക് അത് പകുതി വരെയുള്ള മിൽക്ക് മാത്രം മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാത്തിലും മിൽക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ആവശ്യം വന്നത് ഒരു 2 ബോട്ടിലിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡും 2 ഫ്രഷ് ക്രീമും അതുപോലെ 1 ലിറ്ററിൻ്റെ അടുത്ത് മിൽക്കുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മളിതിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ കണ്ടെയ്നേഴ്സിലും സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്കില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഈ മിൽക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീം വെച്ചിട്ട് ഇതേപോലെ മുകളിൽ ക്രീം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പൈപ്പ് ബാഗിൻ്റെ എഡ്ജ് കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഇത്ര എണ്ണം ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും, അപ്പോൾ വേഗം ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതായത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പിസ്ത ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ ചെയ്തത് പിസ്ത നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത്, എന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ എല്ലാ ബോക്സിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേ ബോക്സൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇതിനകത്ത് മിൽക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തു കേട്ടോ. അപ്പോൾ ഡെലിവറി ചെയ്യാൻ തന്നെ നല്ലൊരു പണിയാണ്, കാരണം ഓരോ സ്ഥലത്തായിട്ടല്ലേ ഡെലിവറി ഉണ്ടാവുക. നമുക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും, കാരണം വലിയ കേക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര റിസ്ക് ഉണ്ടാവില്ല. കുഞ്ഞു കേക്കുകളാകുമ്പോൾ മിനി കേക്കുകളാകുമ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും. എങ്കിലും ഒരുപാട് റേറ്റുള്ള കേക്കുകളാകുമ്പോൾ എല്ലാവരും വാങ്ങിക്കാനൊരു മടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.